is selection of floors. There are various types of floors which are commonly adopted in residential and public buildings these days. നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും പബ്ലിക് ബിൽഡിങ്സിലും പലതരത്തിലുള്ള ഫ്ലോർസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോറിനും അതിൻ്റെതായ ഡീമെറിറ്റ്സും മെറിറ്റ്സും ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോറിനും അതിൻ്റെതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോർ ഉപയോഗിക്കുന്നുണ്ട് ഓരോ തരത്തിലുള്ള മെറിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. And there is not a single type that could be suitably provided under all circumstances. അതായത് നമുക്ക് പലതരം ഫ്ലോർസ് ഉണ്ട്. നമ്മുടെ റെസിഡൻഷ്യലും പബ്ലിക് ബിൽഡിങ്സിലും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പല ടൈപ്പിലുള്ള ഫ്ലോർ ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോർസിനും അതിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഉണ്ട്. ഇനി എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഫ്ലോർ ആണെങ്കിൽ അവൈലബിളും അല്ല. സോ the type of floor mainly depends upon the material of construction and the uses. ഏത് ടൈപ്പ് ഓഫ് ഫ്ലോർ ആണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനെയും അതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷനെയും യൂസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫ്ലോർ ചൂസ് ചെയ്യണമെന്നുള്ളത് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷനും അതിൻ്റെ യൂസും അനുസരിച്ചായിരിക്കും മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. So there are so many factors that affect the choice of flooring material. ഏത് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. So let us see what are the factors to be considered for selecting the flooring material. ഏത് തരത്തിലുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽ എടുക്കണമെന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് is initial cost. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? ഇനീഷ്യൽ കോസ്റ്റ്. എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് നോക്കാം. എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്? The cost of material should be in conformity with the type of building and its likely use. Floor coverings of marble are very costly and may be used for residential building. The cost of the material should be in conformity with the type of building and its use. അതായത് cost of material must conform with type of building and use. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്ത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്നും അതെന്ത് യൂസ് ആണെന്നും അതനുസരിച്ചുള്ള മെറ്റീരിയൽ കോസ്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതായത് മാർബിൾ ഫ്ലോർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അത് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ബിൽഡിങ്ങിന്റെ ടൈപ്പും അതിന്റെ യൂസും ഒക്കെ അനുസരിച്ചുള്ള ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ അനുസരിച്ചുള്ള കോസ്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതായത് ഫ്ലോറിംഗ് മെറ്റീരിയലിന്റെ കോസ്റ്റ് ബിൽഡിങ്ങിന്റെ ടൈപ്പും യൂസുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. അതായത് സാധാ യൂസിനുള്ള അധികം കോസ്റ്റ് ഒന്നും വരാത്ത ബിൽഡിങ്ങിൽ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലോറിംഗ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറില്ല. സോ ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മസ്റ്റ് കൺഫേം വിത്ത് ദ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആൻഡ് യൂസ് ആൻഡ് ഇറ്റ്സ് ലൈക്ലി യൂസ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മാർബിൾ ഫ്ലോർ കവറിംഗ് എന്നൊക്കെ പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആണ്. സോ റെസിഡൻഷ്യൽ ബിൽഡിങ്സിനാണ് യൂസ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് ഇസ് appearance. എന്താണ് appearance? Appearance എങ്ങനെയാണ് affect ചെയ്യുന്നത് നോക്കാം. Covering should give pleasing appearance, that is, it should produce a desired color effect and architectural beauty. Floorings of terrazzo, mosaic, tiles and marble give good appearance. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽ ഒരു പ്ലീസിങ് അപ്പിയറൻസ് തരണം. നമ്മൾ എന്ത് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് അതൊരു പ്ലീസിങ് അപ്പിയറൻസ് നമുക്ക് തരണം. അതായത് the flooring material should produce desired color effect and architectural beauty. Pleasing appearance ആയിരിക്കണം. പിന്നെ desired color effect
plus architectural beauty. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ നല്ലൊരു കളർ ഇഫക്റ്റും തരണം, ആർക്കിടെക്ചറൽ ബ്യൂട്ടി, നല്ല ഒരു ആർക്കിടെക്ചറൽ ഭംഗിയും കൂടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണ് അത് പ്ലീസിങ് അപ്പിയറൻസ് ആകുന്നത്. Now, third is cleanliness. Cleanliness എങ്ങനെ അഫക്ട് ചെയ്യുന്നു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് മെറ്റീരിയലിനെ? Flooring should be capable of being cleaned easily and it should be non-absorbent and it should have effective resistance against absorption of oil, grease, etc. നമ്മൾ ഏത് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയൽ ആയിരിക്കണം. അതുപോലെ തന്നെ അത് നോൺ അബ്സോർബന്റ് ആയിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും വീഴുന്ന സാധനങ്ങളൊന്നും അബ്സോർബ് ചെയ്യാത്ത ടൈപ്പ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. It should have effective resistance against absorption of oil, grease, etc. ഓയിൽ, ഗ്രീസ് പോലത്തെ സാധനങ്ങളൊന്നും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാത്ത ടൈപ്പ് മെറ്റീരിയൽ വേണം നമ്മൾ ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്യാൻ. സോ ക്ലെൻലിനെസ് ഫാക്ടർ എങ്ങനെയാണ്? ഫ്ലോറിംഗ് മെറ്റീരിയൽ പെട്ടെന്ന് ഫ്ലോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാവുന്ന ടൈപ്പ് ആയിരിക്കണം. should be cleaned easily, പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പാകത്തിനായിരിക്കണം. പിന്നെ നോൺ അബ്സോർബന്റ് ആയിരിക്കണം. ഒന്നും അതിന്റെ സർഫസിലോട്ട് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ആവരുത്, നോൺ അബ്സോർബന്റ് ആയിരിക്കണം. അതായത് റെസിസ്റ്റൻസ് ടു absorption of oil, grease, etc. ഓയിൽ, ഗ്രീസ് മുതലായ സാധനങ്ങളൊന്നും അബ്സോർബ് ചെയ്യാത്ത തരത്തിലുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, ഒന്നും അബ്സോർബ് ചെയ്യാത്ത ടൈപ്പ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. Now next is durability. Floor should have sufficient resistance to wear, temperature changes, disintegration with time and decay, so that long life is obtained. ഫ്ലോർ എങ്ങനെയായിരിക്കണം? ഫ്ലോറിന് സഫീഷ്യന്റ് വെയറിംഗ് റെസിസ്റ്റൻസ് വേണം, ടെമ്പറേച്ചർ ചേഞ്ചിനോടുള്ള റെസിസ്റ്റൻസ് വേണം, ഡിസിൻറ്റഗ്രേഷൻ വിത്ത് ടൈമിനോടുള്ള റെസിസ്റ്റൻസ് വേണം, ഡീക്കേയോടുള്ള റെസിസ്റ്റൻസ് വേണം. സോ ഫ്ലോറിംഗ് ഷുഡ് ഹാവ് സഫീഷ്യന്റ് റെസിസ്റ്റൻസ് ടു should have sufficient resistance to wear, temperature changes, disintegration with time and decay, disintegration with time and decay, so that long life is obtained. സോ ഫ്ലോറിനകത്ത് വെയറിംഗ് ഉണ്ടാവാൻ പാടില്ല, ടെമ്പറേച്ചർ ചേഞ്ച് അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല, സമയം തോറും അതായത് ഫ്ലോറിന്റെ ഏജ് കൂടുന്തോറും അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പാടില്ല, ഡീക്കേ ആവാൻ പാടില്ല, അങ്ങനെയുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. സോ ഈ ഇത്രയും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലോറിങ്ങിന്റെ ലൈഫും കൂടുതലായിരിക്കും, ലോങ് ലൈഫ് ആയിരിക്കും ഫ്ലോറിംഗ് മെറ്റീരിയൽ. സോ ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വേണം, ഇങ്ങനെയുള്ള ഡ്യൂറബിലിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം? മാർബിൾ, ടെറാസോ, ടൈൽസ്, കോൺക്രീറ്റ്, മൊസൈക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. Now, next is damp resistance. Damp resistance. Floor should have offer sufficient resistance against dampness so that healthy environment is obtained in the building.
ഫ്ലോറിങ് എങ്ങനെയായിരിക്കണം? ഡാമ്പ്നെസ്സിന് എഗൻസ്റ്റ് ആയിട്ട് സഫീഷ്യന്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്കൊരു ഹെൽത്തി എൻവയൺമെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബിൽഡിങ്ങിനകത്ത് ഒരു ഹെൽത്തി എൻവയൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിംഗ് മെറ്റീരിയലിന് സഫീഷ്യന്റ് റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ഡാമ്പ്നെസ് വേണം. ഹെൽത്തി എൻവയൺമെന്റിന് വേണ്ടി ഫ്ലോറിംഗ് മെറ്റീരിയലിന് സഫീഷ്യന്റ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഡാമേജ് വേണം. സോ കോൺക്രീറ്റ്, ടെറാസോ, മൊസൈക്ക് ഒക്കെയാണ് ഇതിന് നല്ലത്. വൈൽ ഫ്ലോറിംഗ് ഓഫ് കോക്ക്, വുഡ്, റബ്ബർ, ലിനോണിയം, ബ്രിക്ക് എക്സെട്ര ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡാം കണ്ടീഷൻ. ഡാം കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കോൺക്രീറ്റ്, ടെറാസോ, മൊസൈക്കും. അതേസമയം ഡാം സിറ്റുവേഷൻസിൽ ഒട്ടും സൂട്ടബിൾ അല്ലാത്ത മെറ്റീരിയൽസ് ആണ് വുഡ്, റബ്ബർ, ലിനോലിയം, ബ്രിക്ക് എക്സെട്ര. Now next is sound insulation. Floor should insulate noise. Also, it should not be such that noise is produced when users walk on it. Sound insulation provide ചെയ്യണം. അതോടൊപ്പം resistance against noise. അതായത് flooring should insulate the നോയ്സ്. ഫ്ലോറിംഗ് മെറ്റീരിയൽ നോയ്സിനെ ഇൻസുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ മുകളിലൂടെ റെസിഡൻസ് നടക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവാനും പാടില്ല. ഷുഡ് ഇൻസുലേറ്റ് നോയ്സ് ആൻഡ് നോ സൗണ്ട് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ വാക്കിംഗ് ഓവർ ഇറ്റ്. നമ്മൾ ഫ്ലോറിലൂടെ നടക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവാനും പാടില്ല. കോർക്ക് ഫ്ലോറിംഗ്, റബ്ബർ ഫ്ലോറിംഗ്, ടിമ്പർ ഫ്ലോറിംഗ് ഒക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത്. കോർക്ക്, റബ്ബർ, ടിമ്പർ ഒക്കെ ഉപയോഗിച്ചുള്ള ഫ്ലോറിംഗ് ആണ് ഇതിന് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഇസ് thermal insulation. Thermal insulation എന്താ പറയുന്നത്? Flooring should offer reasonably good thermal insulation so that comfort is imparted to residents of the building. അത്യാവശ്യം thermal insulation ഉണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ റെസിഡൻസിന് കുറച്ച് കംഫർട്ട് കിട്ടും. അതായത് ഫ്ലോർ ഹീറ്റ് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂമിനകത്ത് എന്താ ചൂട് കുറവായിരിക്കും. സോ ഓക്യുപ്പൻസിന് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. സോ ഫ്ലോർ ഷുഡ് ഓഫർ റീസണബിളി ഗുഡ് thermal insulation. Reasonably good thermal insulation to provide comfort. Occupants-ന് comfort provide ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല thermal insulation flooring material ഉണ്ടായിരിക്കണം. Next factor is fire resistance. Next is fire resistance. This is the most important floor, upper floors. Fire resistance എന്ന് പറയുന്നത് upper floors-നകത്ത് വരുന്ന ക്രൈറ്റീരിയ. അപ്പർ ഫ്ലോർസിന്റെ കേസിലാണ് ഫയർ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സഫീഷ്യന്റ് ഫയർ റെസിസ്റ്റൻസ് ഫ്ലോറിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണം സോ ദാറ്റ് ഫയർ ബാരിയേഴ്സ് ആർ ഒബ്റ്റെയിൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ്. സഫീഷ്യന്റ് ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം.
എന്തിനാണ്? ഫയർ ബാരിയേഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ് ഒബ്റ്റെയിൻ ചെയ്യാൻ. To obtain fire barriers between different levels. Between different ഓരോ ലെവൽസിന്റെ ഇടയിലും ഫയർ ബാരിയേഴ്സ് ഉണ്ടാകാൻ വേണ്ടി ഫ്ലോറിംഗ് മെറ്റീരിയൽസിന് സഫീഷ്യന്റ് ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പർ ഫ്ലോർസിന്റെ കേസിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. നെക്സ്റ്റ് ഇസ് സ്മൂത്ത്നെസ്. ഫ്ലോറിംഗ് മെറ്റീരിയൽ സ്മൂത്ത് ആയിരിക്കണം, അതോടൊപ്പം ഈവൻ സർഫസ് ആയിരിക്കണം, സ്ലിപ്പറി ആവാൻ പാടില്ല. സ്മൂത്ത് ആയിരിക്കണം, ഈവൻ സർഫസ് ആയിരിക്കണം, നോൺ സ്ലിപ്പറി ആയിരിക്കണം. സ്മൂത്ത് സർഫസ് ആയിരിക്കണം, ഈവൻ സർഫസ് ആയിരിക്കണം, നോൺ സ്ലിപ്പറി സർഫസ് ആയിരിക്കണം. നെക്സ്റ്റ് ഇസ് ഹാർഡ്നെസ്. It should be sufficiently hard so as to have resistance to indentation marks, imprints, etc. likely to be caused by shifting of furniture, equipments, etc. Floors sufficiently hard ആയിരിക്കണം so as to have resistance to indentation marks and imprints. അതായത് ഈ നമ്മള് ഈ ഫ്ലോറിന്റെ പുറത്തൂടെ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ഫേർണിച്ചറോ ഒക്കെ മൂവ് ചെയ്യുമ്പോൾ അത് കാരണം ഫ്ലോറിൽ ഒരു പാടോ പെറിൻഡോ ഒന്നും വരാൻ പാടില്ല. സോ ഫ്ലോർ സഫീഷ്യന്റ്ലി ഹാർഡ് ആണെങ്കിൽ അതിന് മുകളിലൂടെ സാധനങ്ങളൊക്കെ നീക്കുമ്പോൾ അതിനകത്ത് ഫ്ലോർ വരില്ല, ഇൻഡന്റേഷൻ അതായത് ഇങ്ങനെ ചെത്തി പോകത്തില്ല, അതിനകത്ത് പാടൊന്നും വരത്തില്ല. സോ ഫ്ലോർ സഫീഷ്യന്റ്ലി ഹാർഡ് ആയിരിക്കണം. 11 is maintenance. Eleventh one is the last factor, that is maintenance. Flooring material should require least maintenance, and when repairs are required, it should be such that repairs can be done easily with least possible expenditure. So എങ്ങനെയായിരിക്കണം ഫ്ലോറിംഗ് മെറ്റീരിയലിന്? എങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കണം? ലീസ്റ്റ് മെയിൻ്റനൻസ് വേണ്ട മെറ്റീരിയൽസ് ആയിരിക്കണം ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് മെയിൻ്റനൻസ് വേണ്ട മെറ്റീരിയൽ വേണം ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ എന്തെങ്കിലും അഥവാ ഒരു റിപ്പയർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്പയർ ചെയ്യത്തക്ക വിധത്തിൽ, കുറച്ച് എക്സ്പെൻസ് കൊണ്ട് റിപ്പയർ ചെയ്യത്തക്ക വിധത്തിലുള്ള മെറ്റീരിയൽ ആയിരിക്കണം. റിപ്പയർ മസ്റ്റ് ബി ഈസി ആൻഡ് ചീപ്പ്. അതായത് അഥവാ എന്തെങ്കിലും റിപ്പയർ വന്നാൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ചീപ്പും ആയിരിക്കണം. അതായത് വില കുറഞ്ഞ അധികം എക്സ്പെൻസ് വരാത്ത ടൈപ്പ് റിപ്പയർ ആയിരിക്കണം അതിൽ സംഭവിക്കേണ്ടത്. എക്സാമ്പിൾസ് ലൈക്ക് ടൈൽസ്, മാർബിൾ, ടെറാസോ, കോൺക്രീറ്റ് ഒക്കെ കുറച്ച് എക്സ്പെൻസിൽ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ വേണ്ട ഫ്ലോറാണ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് flooring material. There are 11 factors. First one is initial cost, then second one appearance, third one cleanliness, fourth one durability, fifth damp resistance, sixth sound insulation, 7 thermal insulation, 8 fire resistance, 9 smoothness, 10 hardness and 11 maintenance.